വെറും 80 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രൊമോട്ട് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മീഡിയാടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ സിമ്പിളായിട്ട് പ്രൊമോട്ട് ചെയ്യാവുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. വെറും 80 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ യൂട്യൂബിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനോടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ 3 ലൈൻസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നമുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴേക്ക് വന്നു കഴിയുമ്പോൾ ആഡ് ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് എന്നാണ് എനിക്ക് കിടക്കുന്നത്. ഞാൻ ഓൾറെഡി പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് നിങ്ങൾക്ക് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് മാറ്റാം. അതുപോലെ തന്നെ ബിസിനസ് അക്കൗണ്ട് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിലായിട്ട് ബിസിനസ് അക്കൗണ്ടായിട്ട് മാറ്റാനുള്ള ഓപ്ഷനോടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ അക്കൗണ്ടാക്കി മാറ്റുക. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് വരിക. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ പോസ്റ്റുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ആ പോസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് പ്രൊമോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രൊമോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഈ പ്രൊമോഷനും കൊണ്ട് എന്താണ് സാധിക്കുന്നത് അതിനെക്കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതായിരിക്കും. ഗോളെന്ന് പറഞ്ഞൊരു പേജിലേക്ക് അറിയും ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തേക്ക് തന്നെ പോയതിനു ശേഷം നമുക്ക് ക്രിയേറ്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഈ ഒരു പ്രൊമോഷൻ സെലക്ട് ചെയ്യേണ്ട ഗോൾ ഇതിപ്പോൾ ഗൂഗിൾ ആഡ്സിനും ഇതുപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ആണ് വേണ്ടത്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനാണ്. നിങ്ങൾക്ക് പ്രൊഫൈൽ വിസിറ്റ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. നമുക്കപ്പം വെബ്സൈറ്റ് വിസിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ആരോ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അടുത്ത പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഓഡിയൻസ് ഈ ഒരു പ്രൊമോഷൻ ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പേജാണ്. ഇവിടെ നമുക്ക് സെലക്ട് യുവർ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് ഓഡിയൻസ് നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുമ്മാ ജസ്റ്റ് ഒരു നെയിമിന് വേണ്ടി സോഷ്യലിന് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ ഒരു ആഡ് സജസ്റ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അവിടെ നമുക്കപ്പോൾ കേരള എന്നുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ടിക്ക് ഓപ്ഷൻ ഏറ്റവും ടോപ്പിലായിട്ടൊരു ടിക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ആഡ് എത്തരത്തിലുള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യണമെന്നാണ്, എത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ടിപ്സും ട്രിക്സുകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ യൂട്യൂബിൻ്റെ ആ ഒരു ഇത് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് യൂട്യൂബ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ആഡ് കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്തുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഏജ് ആൻഡ് ജെൻഡർ. നമുക്ക് ഏജ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളപ്പം 13 മുതൽ 65 വരെയാണ് സാധാരണ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് ഒരു 18 മുതൽ 40 43 ആ ഒരു റേഞ്ചിലേക്ക് ജസ്റ്റ് മാറ്റുന്നു. അതിനുശേഷം മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ടിക്ക് കൊടുക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ഒരു ടിക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ ആരോ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ബഡ്ജറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 80 രൂപയാണ്. ഒരു ദിവസം നമുക്ക് 80 രൂപ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡേയ്സ് എത്ര വേണമെന്ന് നോക്കാം. അപ്പോൾ 1 ഡേ ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് 1 ഡേ കൊണ്ട് എത്ര ഇതിപ്പം ഇതാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ 80 റുപ്പീസിൽ 2 ഡേയ്സിലാണ് നമ്മൾ ഡ്യൂറേഷൻ വെച്ചേക്കുന്നത്. 80 രൂപയ്ക്ക് 2 ദിവസം. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് വീണ്ടും നമുക്ക് ആരോ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം 160 രൂപ ആണ് ഞാൻ 2 ദിവസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 160 രൂപയുടെ ആഡ്സിന് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2300 മുതൽ 6100 ഇംപ്രഷൻസ് വരെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീച്ച് വരെ കൊടുക്കുന്നതായിരിക്കും. അടുത്ത ഒരു പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ആഡ് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒരു പ്രിവ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ ആഡ് ഉള്ളത്, ഫീഡിലും സ്റ്റോറീസിലും എക്സ്പ്ലോറിലും ഒക്കെ എങ്ങനെ കാണാൻ സാധിക്കും എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അടുത്ത നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം.
ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ആരോ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രൊമോഷൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് മെത്തേഡ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ പോയതിന് ശേഷം നമുക്ക് UPI വേണമെങ്കിൽ കൊടുക്കാം, പേടിഎം കൊടുക്കാം, നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതല്ലെങ്കിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ UPI ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഐ ഹാവ് ക്രെഡിറ്റ് ടു ക്ലെയിം അതൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടി മുടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇപ്പം 160 രൂപ മാത്രമേ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ. അല്ലാതിൻ്റെ ടാക്സ് ഇതൊക്കെ വെച്ചിട്ട് 180 രൂപ നമുക്ക് ടോട്ടൽ ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് 160 രൂപയ്ക്ക് ഉള്ള ആഡ്സ് മതി എന്നുള്ളത് കൊണ്ട് നമുക്ക് 160 രൂപ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആഡ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 160 രൂപ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു പേജ് ഒന്ന് ബഫറായിട്ട് നിന്നതിന് ശേഷം നമുക്ക് നമ്മുടെ GST നമ്പറൊക്കെ അല്ലെങ്കിൽ പാൻ നമ്പറൊക്കെ ഓപ്ഷനായിട്ട് ചോദിക്കും. ജസ്റ്റ് അതൊന്നും നോക്കണ്ട. അടുത്ത ബൈ ചെക്കിങ് യുവർ അതൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. പിന്നെ ബിസിനസ് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മുടെ ചാനലിൻ്റെ നെയിം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ഇവിടെ നമുക്ക് മീഡിയാടെക് മലയാളം എന്ന് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. മീഡിയാടെക് മലയാളം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇതിൻ്റെ ടോപ്പിലായിട്ട് അവരുടെ ഒരു പോളിസിയുണ്ട്, പ്രൈവസി ആൻഡ് പോളിസി ഉണ്ട്. അതൊന്ന് ജസ്റ്റ് എനേബിൾ ആക്കി കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം സ്ട്രീറ്റ് അഡ്രസ്സ് ഉണ്ട്, അത് നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സ്ട്രീറ്റ് അഡ്രസ് 2 ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ലാൻഡ് മാർക്കോ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സിറ്റി ഓർ ടൗൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ സ്റ്റേറ്റ് ഉണ്ട്, പിൻകോഡ് ഉണ്ട്. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പേജ് റീഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ UPI ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ UPI ID ഇവിടെ കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു വെരിഫൈ ഓപ്ഷൻ ഇവിടെ ആ ഒരു കോളത്തിൽ തന്നെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UPI ID കറക്റ്റ് ആണെങ്കിൽ അവിടെ വെരിഫൈഡ് ആവുന്നതായിരിക്കും. പിന്നീട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ UPI ID ഉള്ള നമ്മുടെ ആപ്സിലേക്ക് ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള UPI ആപ്സിലേക്ക് ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനിയും തിരിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊമോഷൻ റിവ്യൂ പേജിലേക്ക് തന്നെ പോവുക. ഇവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിയുമ്പോൾ ക്രിയേറ്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനിയും 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റാഗ്രാം തന്നെ അത് ആ ഒരു പ്രൊമോഷൻ റിവ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു പ്രൊമോഷൻ പബ്ലിഷ് ചെയ്യുക. അപ്പം 24 മണിക്കൂറൊന്നും വേണ്ട വരത്തില്ല. ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു പ്രൊമോഷൻ അവർ റിവ്യൂ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു പ്രൊമോഷൻ്റെ ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് നമുക്ക് നോക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻസൈറ്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കാവുന്നതാണ്. ജസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം എത്ര രൂപ അവരത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്ര രൂപ അവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെന്നെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഇൻസൈറ്റ്സിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നായിരുന്നു. ഈ ഒരു പ്രൊമോഷനിലൂടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കോ ഒക്കെ തന്നെ നമുക്ക് ആൾക്കാരെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.